അപ്പോൾ ഇനി ന്യൂറോപ്ലാസ്റ്റിസിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? ഒരു കാര്യം പറഞ്ഞു, റിപ്പറ്റീഷൻ. നമ്മൾ ഒരു ഹാബിറ്റ് എടുക്കുക, ആ ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡീപ്പ് വർക്ക് ചെയ്യുക. നമ്മുടെ ഫോക്കസ് ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കപ്പെടുന്ന വർക്കുകൾ ചെയ്യുക. വരയ്ക്കുന്നെങ്കിൽ വരയ്ക്കാം, എഴുതുന്നെങ്കിൽ എഴുതാം, ക്ലീനിങ് ആണെങ്കിൽ ക്ലീനിങ്, അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും ചെയ്യുക. ഒറ്റ ടാസ്ക് പക്ഷേ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ, അത്രയും ഡീപ്പായിട്ട്. മൾട്ടി ടാസ്കിങ് ചെയ്താൽ നമുക്ക് ഈ ഒരു ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. ആൻഡ് നമ്മുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഈ ഒരു കഴിവ് തലച്ചോറിൻ്റെ റീവയറിങ് ചെയ്യുക, പുതിയ ന്യൂറോണൽ പാത്വേ കൊണ്ടുവന്ന് ഒരു ന്യൂ ഹാബിറ്റ് ഫോം ആവുന്നത് നമ്മുടെ ഉറക്കത്തിലായിരിക്കും അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. പിന്നെ ഉള്ളത് മെഡിറ്റേഷൻ ചെയ്യുക. യെസ്, മെഡിറ്റേഷൻ ചെയ്യുന്നവർ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മെഡിറ്റേഷൻ ഒരു ന്യൂ ഹാബിറ്റാണ്. മെഡിറ്റേഷൻ ചെയ്ത് നമ്മളൊരുവിധം സക്സസ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു സെൽഫ് അവെയർനെസ് കിട്ടും. കൂടുതൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൂടുതലായിരിക്കും. അതുവഴി നമ്മുടെ ഫുൾ കൺട്രോള് നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കും. നേരത്തെ പറഞ്ഞ പ്രീഫ്രണ്ടൽ കോർട്ടക്സിൻ്റെ ലെഫ്റ്റ് സൈഡ് സ്ട്രോങ് ആയിട്ടിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് എക്സസൈസ് ചെയ്യുക. എക്സസൈസും ഒറ്റ ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നല്ല, നമ്മൾ ഹാബിറ്റായിട്ട് പതിയെ ചെയ്തെടുത്ത് ചെയ്യുന്നതാണ്. അതും ഒരു ന്യൂറോപ്ലാസ്റ്റിക് ചേഞ്ചിനെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. കേട്ടിട്ടില്ലേ, ചില ആൾക്കാർ ജിമ്മിൽ ആദ്യമൊന്നും പോകത്തില്ലായിരുന്നു, പക്ഷേ ജിമ്മിൽ പോയി തുടങ്ങി, പിന്നെ ബോഡി ബിൽഡറായി മാറുന്ന കഥകളൊക്കെ. അപ്പോൾ ഡോപ്പാമിനും ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുമായിട്ടൊരു കണക്ഷനുണ്ട്. നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അല്ലേ. അതായത് ഇപ്പോൾ ചോക്ലേറ്റ് കഴിക്കുന്നതോ അല്ലെങ്കിൽ സിനിമ കാണുന്നതോ അല്ലെങ്കിൽ ഡൂം സ്ക്രോളിങ്, അങ്ങനെ ഏറ്റവും സിമ്പിൾ ആൻഡ് ഈസി ബട്ട് പ്ലഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെയാണ് പതിയെ അഡിക്ഷനിലേക്ക് പോകുന്നത്. സോ വാട്ട്സ് എവർ, ഈ ഡോപ്പാമിൻ കൂടുതൽ കിട്ടുന്ന പാറ്റേൺസിനെ ബ്രെയിൻ പഠിക്കുകയും അത് നമ്മളെ വീണ്ടും ഫോളോ ചെയ്തോ, ദിസ് വൺ ഈസ് ഗുഡ്, എനിക്കത് വീണ്ടും വേണം, അല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമെന്ന് പറയും. ഡോപ്പാമിൻ സ്പൈക്ക് വരുന്നു. സോ ആ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റെപ്പറ്റീഷൻ വരുമ്പോൾ എന്തായി, ഓട്ടോമാറ്റിക്കലി ആ ഒരു ന്യൂറൽ പാത്വേ നമ്മുടെ തലച്ചോറിൽ അത് സ്ട്രോങ് ആയി കഴിയും. അപ്പോൾ ഒരു അഡിക്ഷൻ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ആ അഡിക്റ്റീവ് ന്യൂറൽ പാത്വേസ് അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കും. അതിനെ നമ്മൾ പതിയെ അഴിച്ചു വരിക അല്ലെങ്കിൽ പതിയെ ഡിഫ്യൂസ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്രയ്ക്ക് ടഫായിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ അതിനെല്ലാം ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ കഴിവ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഫൈനലി സിമ്പിൾ തിങ്, ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഹാബിറ്റ് എടുക്കുന്നു, ആ ഹാബിറ്റ് ഡെയിലി റിപ്പീറ്റ് ചെയ്യുക. ഈച്ച് ആൻഡ് എവറി ഡേ റിപ്പീറ്റ് ചെയ്യുന്ന വഴി നമുക്ക് ന്യൂറൽ പാത്വേ സ്ട്രോങ് ആയി മാറുകയും അതൊരു ഗുഡ് ഹാബിറ്റ് ആണെങ്കിൽ നമുക്ക് ലൈഫിൽ മുന്നേറാൻ കഴിയുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾക്കിപ്പോൾ ഒരു ബാഡ് ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാൻ പതിയെ ഈ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരിക, റീപ്ലേസ് ഇറ്റ് വിത്ത് എ ഗുഡ് ഹാബിറ്റ്. അങ്ങനെ ഈ ബാഡ് ഹാബിറ്റ് അത് എന്ത് തന്നെയായാലും, മദ്യപാനം, പുകവലി, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സ്, അല്ലെങ്കിൽ പോണോഗ്രാഫി, അല്ലെങ്കിൽ വേറെ ചോക്ലേറ്റ് അഡിക്ഷൻ, എന്ത് അഡിക്ഷൻ സംഭവങ്ങളായാലും അതിനെ തിരിച്ച് ഡിഫ്യൂസ് ചെയ്ത് നമുക്ക് നോർമലായിട്ട് നമുക്ക് ഏറ്റവും ഫോക്കസായിട്ട് എന്തൊക്കെ വേണം വേണ്ട എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ച് മുന്നേറാൻ പറ്റും. സോ ട്രൈ ഇറ്റ്, എവറിത്തിങ് ഈസ് പോസിബിൾ. Follow the source.